സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇപ്പോൾ ശരിയാക്കി തരാം പ്രസൻറ്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിൽക്കുന്നത് ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ കുട്ടിക്കാനത്താണ്. വളരെ തണുപ്പുള്ള വളരെ ബ്യൂട്ടിഫുൾ അന്തരീക്ഷമാണ്. അവിടുത്തെ മറിയൻ കോളേജാണ്. ഒരുപാട് പ്രഗത്ഭരൊക്കെ പഠിച്ച് ഇറങ്ങിയ കോളേജാണ്. വളരെ മനോഹരമായ കോളേജാണ്. ഭയങ്കര രസമാണ് ഈ കോളേജും ഇവിടുത്തെ കുട്ടികളും ഒക്കെയും. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. സ്ക്രിപ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ പഠിച്ച് നിൽക്കുകയാണ്. ഇന്ന് ഒരുപാട് ഫൺ നമുക്ക് പ്രതീക്ഷിക്കാം. പട്ടാഭിഷേകം വളരെ മനോഹരമായ ഒരു സിനിമയാണ്. വളരെ ഹിറ്റടിച്ച ജയറാമേട്ടൻ്റെ വളരെ രസകരമുള്ളൊരു സിനിമയാണ്. അതിലെ ഒരു ഡയലോഗാണ് നമ്മളിന്ന് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഏതെല്ലാം ആ വിഷ്വൽ നമുക്കൊന്ന് കാണാം. അയ്യോ ഇനി ആര് പറയണം? എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനി മുതൽ കല്യാണി നിന്റേതാണെന്ന് നാട്ടുകാരുടെ മുമ്പിൽ വെച്ചില്ലേ തമ്പുരാൻ വിളിച്ചു പറഞ്ഞത്? കല്യാണി എന്റേതാണെങ്കിൽ കല്യാണിയുടെ കൊട്ടാരം എന്റേതാ, കൊട്ടാരം എന്റേതാണെങ്കിൽ ഇവിടുത്തെ കംപ്ലീറ്റ് സ്വത്തുക്കളും എന്റേതാ. അങ്ങനെ എല്ലാം സ്വന്തമാക്കി നമുക്കൊരു രാജാവ് റാണിയും കളിക്കാൻ തമ്പുരാട്ടി. എന്തിച്ചേ? ഹലോ, തിരുമംഗലം കോവിലകത്തിന്റെ ചരിത്ര പുസ്തകത്തിന്റെ താളുകളിൽ നമുക്ക് എഴുതി ചേർക്കാം എന്റെ കല്യാണി. പൊന്നുമടത്തൊരു വിഷ്ണുനാരായണൻ ഉണ്ടായിരുന്നെന്നും ആനക്കാരനായി വന്ന അഹങ്കാരിയായ കൊച്ചുതമ്പുരാട്ടിയെ ബുദ്ധിസാമർത്ഥ്യം കൊണ്ട് സ്വന്തമാക്കിയെന്നും അതിലൊരു 10-12 മക്കളുണ്ടായി എന്നും 12 മക്കളെ പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് ബുദ്ധിമാൻ. ആഭരണപ്പെട്ടി. നമസ്കാരം. സൂപ്പർ എനർജിയുടെ അടിപൊളി എനർജി എല്ലാവർക്കും. അപ്പം പെർഫോമൻസ് കണക്ക് ആകണം. ഓക്കെ അല്ലേ? എല്ലാവരും റെഡി അല്ലേ? എല്ലാവരും ഓക്കെ. അപ്പോൾ ഞാൻ കൂടുതലായൊന്നും പറയുന്നില്ല. പട്ടാഭിഷേകം എന്ന് പറഞ്ഞ ഒരു മൂവിയാണ് ജയറാമിൻ്റെ. അതിൻ്റെ സ്ക്രിപ്റ്റാണ്, അതിൻ്റെ ഡയലോഗാണ് നിങ്ങൾക്ക് തന്നത്. എല്ലാവരും പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഭയങ്കര രസകരമായിട്ട് ആക്ട് ചെയ്തതാണ് ജയറാം. അതിനേക്കാൾ രസകരമായിട്ട് നിങ്ങൾ ആക്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് അർജുനെ വിളിക്കാം. അർജുൻ ഏതിനാണ്? PG ആണോ? ഏതാ പഠിക്കുന്നത്? ഫസ്റ്റ് ഇയർ. ഓക്കെ. എവിടെ? നാട് എവിടെയാണ്? നാട് ചെങ്ങന്നൂർ. ആദ്യമായിട്ട് അർജുനാണ് വേദിയിലേക്ക് വരുന്നത്. അർജുൻ്റെ അഭിനയത്തിൻ്റെ തീവ്രത കണക്കിരിക്കും ബാക്കിയുള്ളവർ ചെയ്യുന്നത്. റെഡിയല്ലേ? പറ്റുന്നത്രയും സെറ്റാക്കും. അതാണ് വേണ്ട. ആക്ഷൻ. ഇനി ആര് പറയണം? എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ? അയ്യോ കല്യാണി ഉമ്മ. ഇനി ആര് പറയണം? എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനി മുതൽ തമ്പുരാട്ടി എന്റേതാണെന്നല്ലേ നാട്ടുകാരുടെ മുന്നിൽ തമ്പുരാൻ വിളിച്ചു പറഞ്ഞത്? തമ്പുരാട്ടി എന്റേതാണെങ്കിൽ തമ്പുരാട്ടി കൊട്ടാരവും എൻ്റെ, കൊട്ടാരം എന്റേതാണെങ്കിൽ ഇവിടുത്തെ കംപ്ലീറ്റ് സ്വത്തുക്കളും എന്റേത്. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. അയ്യോ കല്യാണി ഉമ്മ. ഇനി ആര് പറയണം? എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ? കല്യാണി നിന്റേതാണെന്നല്ലേ തമ്പുരാൻ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് വിളിച്ചു പറഞ്ഞത്? കല്യാണി എന്റേതാണെങ്കിൽ കല്യാണിയുടെ കൊട്ടാരവും എൻ്റെ, കൊട്ടാരം എന്റേതാണെങ്കിൽ ഇവിടുത്തെ കംപ്ലീറ്റ് സ്വത്തുക്കളും എൻ്റെ. അങ്ങനെ എല്ലാം സ്വന്തമാക്കി നമുക്ക് ഇവിടെ രാജാവ് റാണിയും കളിച്ചു കിടക്കാം എന്റെ തമ്പുരാട്ടി. ഇത് ഉമ്മ കന്നുകാലി കരയുന്ന പോലെ മനുഷ്യനെ പേടിപ്പിക്കാനല്ലാതെ യാതൊരു ഗുണവുമില്ല. തിരുമംഗലം കോലത്തെ പുസ്തകത്താളുകളിൽ നമുക്ക് എഴുതി ചേർക്കാം എന്റെ തമ്പുരാട്ടി. പൊന്നുമടത്തെ വിഷ്ണുനാരായണൻ ഉണ്ടായിരുന്നുവെന്നും ആനക്കാരനായി വന്ന് അങ്കാരിയായ കൊച്ചു തമ്പുരാട്ടിയെ സ്നേഹിച്ചുവെന്നും ബുദ്ധിസാമർത്ഥ്യം കൊണ്ട് സ്നേഹിച്ചുവെന്നും അതിൽ നമുക്ക് 10-12 മക്കളുണ്ടായിരുന്നെന്നും. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. 12 മക്കളെ പെറ്റോരമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് ബുദ്ധിമാൻ. ആഭരണപ്പെട്ടി. നമസ്കാരം. ശരി, ഇനി മേലിൽ ഇത് ആവർത്തിക്കില്ല. അപ്പൊ ഇനി അർജുന് ശേഷം ആരാണ് വരുന്നത്? ആഷ്ലിൻ വരൂ. ആഷ്ലിൻ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഏതിലാ പഠിക്കുന്നത്? ഞാൻ 3rd year BA കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. ഓക്കെ. നാട് എവിടെയാണ്? എൻ്റെ വീട് കാഞ്ഞിരപ്പള്ളി. പട്ടാഭിഷേകം കണ്ടോ? ഈ സിനിമ കണ്ടോ? കണ്ടിട്ടുണ്ട്. രസകരമല്ലേ? അതെ. ഓക്കെ, നമുക്ക് തുടങ്ങിയല്ലോ. ഓക്കെ. ആക്ഷൻ. അയ്യോ കല്യാണി ഉമ്മ. ഇനി ആരൊക്കെ പറയണം? എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനി മുതൽ കല്യാണി നിൻ്റേതാണെന്നല്ലേ തമ്പുരാൻ എല്ലാവരുടെ മുമ്പ് വെച്ച് വിളിച്ചു പറഞ്ഞത്? കല്യാണി എൻ്റേതാണെങ്കിൽ ഈ കൊട്ടാരം എൻ്റേതാണ്, കൊട്ടാരം എൻ്റേതാണെങ്കിൽ ഈ സ്വത്തുക്കളെല്ലാം എൻ്റേതാണ്. അങ്ങനെ നമുക്ക് രാജാവ് റാണിയായിട്ട് കളിച്ച് നടക്കാൻ തമ്പുരാട്ടി. എന്തുച്ചേ? ഹലോ, തിരുമംഗലം കോവിലത്തെ പുസ്തകത്താളിൽ നമുക്ക് എഴുതി ചേർക്കാൻ തമ്പുരാട്ടി. പൊന്നുമ്പളത്തിലൊരു ഒരു വിഷ്ണുനാരായണൻ ഉണ്ടെന്നും അങ്ങേരൊരു
ആനക്കാരനായി വന്ന അഹങ്കാരിയായ തമ്പുരാട്ടിയെ തന്റെ ബുദ്ധിസാമർത്ഥ്യം കൊണ്ട് സ്വന്തമാക്കിയെന്നും അതിൽ 10-12 മക്കളുണ്ടായെന്നും 12 മക്കളെ പെറ്റൊരുമേ നിന്റെ മക്കളിൽ ഞാനാണ് ബുദ്ധിമാൻ. ആഭരണപ്പെട്ടി നമസ്കാരം. ശരി. ഹോസ്റ്റൽ യൂണിഫോം ഒന്നുമില്ല. ഓ സോറി, ഞാൻ ഡ്രസ് ഇതിലായിട്ട് ഇട്ടിരിക്കുന്നു. നമ്മള് റെഡി അല്ലേ? മൈക്ക് എന്നെ പിടിച്ച് മേടിച്ചു കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ഏതിനാ പഠിക്കുന്നത്? ഞാൻ MST ഹോസ്പിറ്റാലിറ്റി ടൂറിസം. ഓക്കെ ഓക്കെ ഓക്കെ. എവിടെ നാട് എവിടെയാണ്? എൻ്റെ ഇവിടെ പാല വെള്ളച്ചിറല. അപ്പോൾ തുടങ്ങാൻ സിനിമ കണ്ടാണോ? സിനിമ പണ്ട് കണ്ടതാ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ. പിന്നെ ഇടയ്ക്ക് ഇതായി പോയി. എന്തായാലും നമുക്ക് നോക്കാം, ട്രൈ നോക്കാം. ഓക്കെ. അയ്യോ കല്യാണി ഉമ്മ, ഇനി ആര് പറയണം? കറക്റ്റ്, നല്ല ഇതായിരുന്നു. നല്ല അയ്യോ കല്യാണി ഉമ്മ, ഇനി ആര് പറയണം? എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ? എല്ലാം എന്താ ഇവിടെ? ഇനി മുതൽ കല്യാണി നിന്റേതാണെന്ന് നാട്ടുകാർ മുമ്പിൽ എല്ലാം പറഞ്ഞില്ലേ? കല്യാണി എന്റേതാണെങ്കിൽ കല്യാണ കൊട്ടാരം എന്റേതാ, കൊട്ടാരം എന്റെ നാട്ടുകാരുടെ നാട്ടുകാരുടെ സ്വത്ത് എങ്ങനെ ആവുന്നത്? ഇന്ന് ഞാൻ ഇവന്റെ മണ്ട തല്ലി പൊളിക്കും. കല്യാണി അത് എന്റേതാണെങ്കിൽ കല്യാണ കൊട്ടാരം എന്റേതാ, കൊട്ടാരം എന്റേതാണെങ്കിൽ കംപ്ലീറ്റ് സ്വത്തുക്കളും എന്റെ. അങ്ങനെ എല്ലാം സ്വന്തമാക്കി നമുക്കിവിടെ രാജാറാണിയായിട്ട് കളിക്കാൻ തമ്പുരാട്ടി. എന്നിച്ചേ ഹലോ, എനിക്ക് അപ്പോഴേ തോന്നി തിരുമംഗലം കോവിലകത്തിന് ചരിത്ര പുസ്തകത്തിന് നമുക്ക് എല്ലാവരും അറിയാം. ചരിത്ര പുസ്തകത്തിൽ തിരുമംഗലം കോവിലകത്തിന് ചരിത്ര പുസ്തകത്തിൽ അല്ലേ ചോദിച്ചോട്ടെ, ഈ പുരാണത്തിൽ ഈ കഥാപാത്രം ആരുടെ മകനായിട്ട് വരും? തിരുമംഗലം കോവിലകത്തിന് ചരിത്ര പുസ്തകം ഏറ്റാണ് കല്യാണി. തിരുമംഗലം കോവിലകത്തിന്റെ ചരിത്ര പുസ്തകത്താളിൽ നമുക്കെല്ലാം എഴുതി ചേർത്ത് വെച്ചിരിക്കും കല്യാണി. പൊന്നുമടത്തിലെ വിഷ്ണുനാരായണനുണ്ട്. പൊന്നുമടത്തിൽ ഒരു വിഷ്ണുനാരായണനുണ്ടായിട്ടും 12 മക്കളിൽ പെറ്റൊരുമേ നിന്റെ മക്കളിൽ ഞാൻ. സോറി, ഇയാൾക്ക് പാടാനറിയോ? 12 മക്കളിൽ പെറ്റൊരുമേ നിന്റെ മക്കളിൽ ഞാൻ. നീ അവനെ അങ്ങനെ അങ്ങ് മോശക്കാരനാക്കാൻ പറ്റും വേണ്ട. മനസ്സിലെത്തി പാടാമെങ്കിൽ പുഷ്പം പോലെ ജയിക്കാവുന്നതേ ഉള്ളൂ, അല്ലേ മോനെ? 12 മക്കളിൽ പെറ്റൊരമ്മേ. മക്കളിലല്ല, 12 മക്കളിൽ പെറ്റൊരമ്മേ. മക്കളെ. ഇതൊക്കെ കേട്ടിട്ടേ എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. നീ പറയുന്നത് ശുദ്ധ മണ്ടത്തര, ഞാൻ പറയുന്നതിനേക്കാൾ വലിയ മണ്ടത്തരം. 12 മക്കളെ പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. ആഭരണപ്പെട്ടി നമസ്കാരം. വല്ലതും കിട്ടിയോ? ഭാഗ്യത്തൊന്നും കിട്ടിയില്ല, എല്ലാം മിസ്സായി. ജനില് ഒരു യൂട്യൂബറും കൂടിയാണ്. യൂട്യൂബിന്റെ പേരെന്താ? യൂട്യൂബ് അല്ല, ഇൻസ്റ്റാഗ്രാം മാത്രം. അതിൽ ഭയങ്കര ഫേമസ് ആണെന്നാണ് ഇവര് പറയുന്നത്. இல்ல அப்படி ஒன்றும் இல்லை, ஜஸ்ட் தமிழ் தானே? எந்த ஊர்? தமிழ்நாட்டில் இப்போ நான் கேரளா தான், பட் தமிழ்நாட்டில் நேட்டிவ். தமிழ் எனக்கு ரொம்ப பிடிக்கும். தமிழ் சாங்ஸ் தான் நான் எப்பொழுதும் இங்கே கேட்டுக்கொண்டிருக்கிறது. ஓகே, அதுக்கு பாடிடலாமே உங்களுக்கு தமிழ் பாட்டு ஓடுமா? பாடும். அப்போ ஃபர்ஸ்ட் ஒரு சாங். ഓക്കെ, വൈദേഹി കാത്തിരുന്നാൽ. യുവർ ഗുഡ് നെയിം? മൈ നെയിം ഇസ് ജെനിൽ. അപ്പോൾ ജെനിലിൻ്റെ ആദ്യം തന്നെ ഒരു നല്ല പാട്ടോടുകൂടി നമുക്ക് തുടങ്ങാം. இந்த பாட்டு வந்துட்டு 30 இயர்ஸ்க்கு மேலே ஆச்சு. அந்த பாட்டு என்னன்னா, ராசாத்தி பொண்ண காணாத நெஞ்சு காத்தாடி போலாடுது, பொழுதாகி போச்சு விளக்கேத்தியாச்சு பொன்மானே ஒன்ன தேடுது. போதும் நினைக்கிறேன். ഓക്കെ, സൂപ്പർ, നന്നായി പാടി. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ടിങ്ങിലേക്ക് കിടക്കാം. ശരി. 1 2 3 ഗോ. അയ്യോ കല്യാണി ഉമ്മ, ഇനി ആറ് പറയണം എൻ്റെ കല്യാണി എൻ്റെതാണെന്ന്. ഇനി മുതൽ പറഞ്ഞില്ലേ തമ്പുരാൻ വിളിച്ചു കൂട്ടി കല്യാണി എൻ്റെതാണെന്ന്. ഇനി കല്യാണി എൻ്റെതാണെങ്കിൽ കല്യാണിയുടെ കൊട്ടാരം എൻ്റെതാണ്, കൊട്ടാരം എൻ്റെതാണെങ്കിൽ കല്യാണിയുടെ ഫുൾ സ്വത്തുകളും എൻ്റെതാണ്. ഇനി നമ്മൾ രാജാവും റാണിയായിട്ട് നമുക്ക് അങ്ങനെ കളിച്ച് നടക്കാം. സംഗതിയൊക്കെ തറക്കിട്ടില്ല. തിരുമംഗലം കോയിലിൽ പോയിട്ട് അപ്പോൾ അടുത്ത് കല്യാണം പിടിക്കുന്നത്. இது அந்த கோவில் அல்ல, இது வேற மாதிரி ஒரு கொட்டார மாதிரி இருக்கு. തിരുമംഗലം കോവിലിനകത്ത് കല്യാണ പുസ്തകത്തിൽ കുഴപ്പമില്ല, നമ്മളുടെ പേരെഴുതി ചേക്കാം എൻ്റെ കല്യാണി. നമുക്കുള്ള 12 കുട്ടികൾ ഉണ്ടായിരുന്നു. അയ്യോ സോറി, ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷായി. പൊണ്ണമടത്തിൽ ഒരു വിഷ്ണുനാരായണൻ ഉണ്ടായിരുന്നെന്നും ആണക്കറായം എന്ത് ഒരു അഹങ്കാരിയെ വളച്ചൊടിച്ചതെന്നും
അപ്പം നമുക്കൊരു 10-12 കുട്ടികൾ ഉണ്ടാകുമെന്നും 12 മക്കളെ 12 പെറ്റെടുത്ത് ഞാനൊരു ആണ് 12 അതൊരു ഒരു പോയെന്താ അത് 12 മക്കളെ പെറ്റെടുത്ത് ഒരു അച്ഛനാകുമ്പോൾ അതല്ല അപ്പടിയെല്ലാം കൊല്ലക്കൂടാതെ 12 മക്കളെ പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് ബുദ്ധിമാൻ. 12 മക്കളെ പെറ്റോറമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് ഒരു ബുദ്ധിമാൻ. യെസ്, നമസ്കാരം, നന്ദി. നന്ദി. അല്ല, വെരി ഗുഡ്, താങ്ക് യു. അപ്പോൾ അദ്ദേഹം ഒരു അതർ ലാംഗ്വേജ് ആണെങ്കിലും മലയാളം ഗംഭീരമായിട്ട് തന്നെ പറഞ്ഞു. അതിന് നല്ലൊരു കയ്യടി കൊടുക്കും അദ്ദേഹത്തിന്. അടുത്തായിട്ട് വരുന്നു നൈസി. നൈസി ഏതിനായിരുന്നു പഠിക്കുന്നത്? BBA തേർഡ് ഇയർ. ഇവിടെ യൂണിയനിലൊക്കെ ഉണ്ട്. ഉണ്ട്. നാടെവിടെ? കട്ടപ്പന. അപ്പം നമ്മൾ ഗംഭീരമായിട്ട് ആക്ട് ചെയ്യാൻ പോവുകയാണ് അല്ലേ? പിന്നെ ആക്ഷൻ. അയ്യോ കല്യാണി ഉമ്മ. അയ്യോ ഇനി ആര് പറയണം? എല്ലാവരും പറഞ്ഞു കഴിഞ്ഞില്ലേ കല്യാണി എൻ്റേതാണെന്നും നാട്ടുകാർ മുമ്പ് വെച്ചല്ലേ തമ്മിലെ പറഞ്ഞു തന്നെ. കല്യാണി എൻ്റേതാണെങ്കിൽ കല്യാണിയുടെ കൊട്ടാരം എൻ്റേതാണ്, കല്യാണിയുടെ കൊട്ടാരം എൻ്റേതാണെങ്കിൽ കല്യാണിയുടെ കംപ്ലീറ്റ് സ്വത്തുക്കൾ എൻ്റേതാണ്. അങ്ങനെ നമുക്ക് രണ്ടുപേർക്കും രാജാറാണി കളിക്കാൻ എൻ്റെ തമ്പുരാട്ടി. പുസ്തക താഴികളിൽ നമുക്ക് എഴുതി ചേർക്കാൻ എൻ്റെ കല്യാണി, എൻ്റെ തമ്പുരാട്ടി. പൊന്നുമടത്ത് ഒരു വിഷ്ണുനാരായണൻ ഉണ്ടായിരുന്നുവെന്നും ആനക്കാരനെ വന്ന് അഹങ്കാരിയായ ഒരു തമ്പുരാട്ടിയെ തട്ടിയെടുത്തുവെന്നും അതിൽ ഞങ്ങൾക്ക് 12 മക്കൾ ഉണ്ടാവുമെന്നും 12 മക്കളെ പെറ്റൊരമേ നിന്റെ മക്കളിൽ ഞാനാണ് ബുദ്ധിമാൻ. ആഭരണപ്പെട്ടി. നമസ്കാരം. അടുത്തതായിട്ട് നമുക്ക് റിച്ചാർഡ്. റെഡിയല്ലേ? ഏതിനാ പഠിക്കുന്നത്? ഏതാ? ഞാനിവിടെ ഫസ്റ്റ് ഇയർ BSc മാത്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. തുടങ്ങാം. റെഡി, ആക്ഷൻ. അയ്യോ കല്യാണി ഉമ്മ. ഇനി ആര് പറയണം? എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ? അയ്യോ കല്യാണി ഉമ്മ. വന്ന് തീരെ കൾച്ചർ ഇല്ലാതായി. അയ്യോ കല്യാണി ഉമ്മ. അത്രയും കറക്റ്റാണ്, ഉമ്മ വരെ കറക്റ്റാ. കഷ്ടം. ഇനി മുതൽ കല്യാണി നിന്റേതാണെന്ന് ഈ നാട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ടല്ലേ തമ്പുരാൻ വിളിച്ചു പറഞ്ഞത്. കല്യാണി എൻ്റേതാണെങ്കിൽ കൊട്ടാരം എൻ്റേതാണ്, കൊട്ടാരം എൻ്റേതാണെങ്കിൽ ഇവിടെയുള്ള കംപ്ലീറ്റ് സ്വത്തുക്കൾ എൻ്റേതാണ്. അങ്ങനെ എല്ലാം സ്വന്തമാക്കി നമുക്കിവിടെ രാജാവ് റാണി കളിക്കാം. നീ പൊക്കോ, എനിക്ക് പലതും ഓർമ്മ വരുന്നു. ഒന്നും തോന്നരുത്, സുഖമില്ലാത്തോണ്ടാ. അല്ല അത് ജയറാം അതിനകത്തുള്ളതാണ്. പട്ടാഭിഷേകത്തിനുള്ള അത് കുതിര ഇങ്ങനല്ലായിരുന്നു, അത് കുതിരയുടെ ആക്ഷനാണ്. എന്തായാലും ഇത്തിരി കടന്നു കൈയായി പോയി. കടന്നു കൈ പറയരുത്. പൊന്നുമടത്തിൽ ഒരു വിഷ്ണുനാരായണൻ ഉണ്ടായിരുന്നുവെന്നും ആനക്കാരനായി വന്ന് അഹങ്കാരിയായ കൊച്ചു തമ്പുരാട്ടിയെ തന്റെ സാമർത്ഥ്യം കൊണ്ട് ബുദ്ധി സാമർത്ഥ്യം കൊണ്ട് സ്വന്തമാക്കിയെന്നും 12 അതിലൊരു 12 മക്കളും ചരിത്രത്താളുകളിൽ എഴുതി ചേർക്കാം. ഒരു 12 മക്കളും 12 മക്കളെ പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് ബുദ്ധിമാൻ. അയ്യോ ആഭരണപ്പെട്ടി. നമസ്കാരം. വലിയ ആളാവണ്ട, വലിയ ആളാവണ്ട. റോണിക്ക് ഇവിടെ ഭയങ്കര ഗ്രൗണ്ട് സപ്പോർട്ടാണല്ലോ ഇവിടുത്തെ. ഏതിനാ പഠിക്കുന്നത്? സെക്കൻഡ് MBA. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ സിനിമ ഉണ്ടാണോ? ആക്ഷൻ. അയ്യോ കല്യാണി ഉമ്മ. അയ്യോ കല്യാണി ഉമ്മ. ഇനി ആര് പറയണം? എല്ലാരും അറിഞ്ഞു കഴിഞ്ഞില്ലേ? എല്ലാവരുടെയും മുന്നിൽ വെച്ചല്ലേ തമ്പുരാൻ പറഞ്ഞത് ഇനി കല്യാണി എൻ്റേതാണെന്ന് അല്ലേ? കല്യാണി എൻ്റേതാണെങ്കിൽ ഈ കൊട്ടാരം എൻ്റേതാണ്, ഈ കൊട്ടാരം എൻ്റേതാണെങ്കിൽ ഇവിടുത്തെ എല്ലാ സ്വത്തുക്കളും എൻ്റേതാണ്. അങ്ങനെ നമുക്കിവിടെ ഒരു രാജാവും റാണിയും കളിക്കണം. തിരുമംഗലം കോവിലത്തെ ചരിത്ര പുസ്തകത്തിൽ നമുക്ക് എഴുതി ചേർക്കണം. പൊന്നുമടത്തിൽ വിഷ്ണുനാരായണൻ ഉണ്ടായിരുന്നെന്നും ആനക്കാരനായി വന്ന് അഹങ്കാരിയായ തമ്പുരാട്ടിയെ തന്റെ ബുദ്ധി സാമർഥ്യം കൊണ്ട് വളച്ചെടുത്തുവെന്നും അങ്ങനെ അവർക്ക് 12 മക്കൾ ഉണ്ടായെന്നും 12 മക്കളെ പെറ്റൊരമ്മേ നിന്റെ 12 മക്കളിൽ ഞാനാണ് ബുദ്ധിമാൻ. അയ്യോ ആഭരണപ്പെട്ടി. നമസ്കാരം. നല്ലൊരു ചെറുപ്പക്കാരൻ, കാണാനും നല്ല ഭംഗി, നല്ല ആരോഗ്യവും. ഇനി അടുത്ത ആരാണ് വരുന്നത്? ഹരി വരൂ. ഹരി, എന്താണ് ഇത്? യൂണിഫോം ഇല്ലെന്ന് തോന്നുന്നു. ജിമ്മിലോട്ട് പോകണം. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് കോളേജിനെ കുറിച്ച് 3-4 വാക്കുകൾ പറഞ്ഞു? കോളേജ് അടിപൊളിയാണ്. ഇപ്പം മഞ്ഞൊന്നും ഇല്ല, സാധാരണ നല്ല മഞ്ഞാണല്ലേ. പിന്നെ MBA പഠിക്കുകയാണ്, സെക്കൻഡ് ഇയർ ആണ്. അപ്പോൾ ഹരിയുടെ പെർഫോമൻസിലേക്ക് നമ്മൾ പോവുകയാണ്. ഹരിക്ക് നല്ലൊരു കൈ കൊടുത്തേ. റെഡി, ആക്ഷൻ. അയ്യോ കല്യാണി ഉമ്മ. ഇനി ആര് പറയണം? തമ്പുരാൻ നാട്ടുകാർ മുമ്പിൽ വെച്ചല്ലേ പറഞ്ഞേ കല്യാണി എൻ്റേതാണെന്ന്.
എൻ്റെ കല്യാണി എൻ്റേതാണെങ്കിൽ കല്യാണിയുടെ കൊട്ടാരവും എൻ്റേതാണ്. കല്യാണിയുടെ കൊട്ടാരം എൻ്റേതാണെങ്കിൽ അവിടെയുള്ള കംപ്ലീറ്റ് സ്വത്തുക്കളും എൻ്റേതാണ്. ഈ സ്വത്തുക്കളെല്ലാം അടിച്ചെടുത്ത് ഒരു രാജാവും രാജ്ഞിയും പോലെ നമുക്കിവിടെ അല്ല അടിച്ചല്ല. അയ്യോ കല്യാണി ഉമ്മ, ഇനി ആര് പറയണം? തമ്പുരാൻ പറഞ്ഞല്ലേ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കല്യാണി എൻ്റേതാണെന്ന്. കല്യാണി എൻ്റേതാണെങ്കിൽ കല്യാണിയുടെ കൊട്ടാരവും എൻ്റേതാണ്. കല്യാണിയുടെ കൊട്ടാരം എൻ്റേതാണെങ്കിൽ അവിടുത്തെ കംപ്ലീറ്റ് സ്വത്തുക്കളും എൻ്റേതാണ്. ഇവിടെ എല്ലാ സ്വത്തുക്കളും അടിച്ചെടുത്ത് ഒരു രാജാവിനെ രാജ്ഞിയെ പോലെ നമുക്കിവിടെ വാഴാം തമ്പുരാട്ടി. തിരുമംഗലം കോവിലത്തെ പുസ്തകത്താളുകളിൽ നമുക്ക് എഴുതി ചേർക്കാം. കണിമംഗലം കോവിലത്ത്, കണിമംഗലം കോവിലത്തല്ല, എന്റെ ദൈവമേ, ഇത് എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. പൊന്നുമടത്ത് ഒരു വിഷ്ണുനാരായണൻ ഉണ്ടായിരുന്നുവെന്നും ആനക്കാരനായി വന്ന് അഹങ്കാരിയായ തമ്പുരാട്ടിയെ തന്റെ ബുദ്ധി സാമർത്ഥ്യം കൊണ്ട് വളച്ചെടുത്തെന്നും അതിലൊരു 12 മക്കളുണ്ടായെന്നും 12 മക്കളെ പറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് ബുദ്ധിമാൻ. ആഭരണപ്പെട്ടി നമസ്കാരം. നിനക്കെന്താണ് ഒരു അധികാരസ്വരം? മര്യാദയ്ക്ക് പറഞ്ഞൂടെ? അടുത്തതായിട്ട് വരുന്നു ജർമ്മി. ജർമ്മി ഒരു വെറൈറ്റി പേരാണ്, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്താണ് അതിന്റെ മീനിങ്? എന്താ ആണോ? ഏതിനാ പഠിക്കുന്നത് ഇവിടെ? MBA സെക്കൻഡ് ഇയർ. ആക്ഷൻ. അയ്യോ കല്യാണി ഉമ്മ, അയ്യോ കല്യാണി ഉമ്മ, ഇനി ആര് പറയണം? എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ? എല്ലാവരുടെയും മുമ്പിൽ വെച്ചല്ലേ തമ്പുരാൻ പറഞ്ഞത് ഇനി മുതൽ കല്യാണി എൻ്റെയാണ്. കല്യാണി എൻ്റെതാണെങ്കിൽ കല്യാണി താമസിക്കുന്ന കൊട്ടാരം എൻ്റെയാണ്. കൊട്ടാരം എൻ്റെ ആണെങ്കിൽ അതിലുള്ള സകല സ്വത്തുക്കളും എൻ്റെയാണ്. അങ്ങനെ ഈ സ്വത്തുകളൊക്കെ സ്വന്തമാക്കി നമുക്ക് രാജാവും റാണിയും കളിക്കാൻ തമ്പുരാട്ടി. തിരുമംഗലം കോവിലത്തെ ചരിത്ര പുസ്തകത്താളിൽ നമുക്ക് എഴുതി ചേർക്കാം. പൊന്നുമടത്ത് ഒരു വിഷ്ണുനാരായണൻ ഉണ്ടായിരുന്നുവെന്നും ആനക്കാരനായി വന്ന അഹങ്കാരിയായ തമ്പുരാട്ടിയെ സ്വന്തമാക്കി അതിലൊരു 10-12 കുട്ടികൾ ഉണ്ടായിരുന്നുവെന്നും 12 മക്കളെ പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് ബുദ്ധിമാൻ. അവരെ പറ്റി നമസ്കാരം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പോൾ വളരെ നല്ലൊരു എപ്പിസോഡായിരുന്നു. ഈ കുട്ടിക്കാനത്തുള്ള മറിയൻ കോളേജിൽ നിന്ന് നമ്മൾ പോകുന്നില്ല. ഇനിയും നമുക്ക് എപ്പിസോഡുകൾ ചെയ്യാനുണ്ട്. വളരെ മനോഹരമായ കുട്ടികളാണ് ഇവരൊക്കെയും. നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. ഇനിയും കുറച്ച് കുട്ടികൾ അവിടെ വെയിറ്റിങ്ങിലാണ്. സോ ഇന്ന് തൽക്കാലം ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യണം. അതുവരെ ഗുഡ് ബൈ.